നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഈ കൃഷ്ണൻ കൊല്ലാൻ നടക്കുന്നത് പവിത്രൻ സാറിനെ അല്ല. ആയിരുന്നെങ്കിൽ അയാൾ ഈ രാത്രി ഈ വീട്ടിൽ വരില്ല. ഒരു പക്ഷേ മാല തിരിച്ചു കിട്ടിയത് കൊണ്ടായിരിക്കും അയാളെ പവിത്രൻ സാറ് വിളിച്ചിട്ടും നിൽക്കാതെ പോയത്. എന്തൊക്കെയോ രഹസ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ കൃഷ്ണൻ. അയാളെ കണ്ടപ്പോ ഒന്നും ചോദിക്കാൻ പറ്റിയില്ല. അഞ്ജന കൂടെ ഉള്ളതുകൊണ്ട് അവളുടെ രക്ഷയെപ്പറ്റി മാത്രമേ ഞാൻ ആ സമയത്ത് ചിന്തിച്ചുള്ളൂ. സാരമില്ല, ഞാൻ കണ്ടുപിടിച്ചോളാം. പവിത്രൻ സാർ എന്താ ഇരുട്ടത്തിങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നത്? എന്തു പറ്റി? മുഖം കണ്ടിട്ട് എന്തോ കാര്യമായ സങ്കടമുള്ളതുപോലെ തോന്നുന്നല്ലോ. കൃഷ്ണൻ സാറ് വിളിച്ചിട്ട് നിൽക്കാതെ പോയതിന്റെ സങ്കടമാണോ? എന്താണ് നിന്റെ ഉദ്ദേശം? ഇനിയും നീ കൃഷ്ണന്റെ പിന്നാലെ പോയാ കൊന്നുകളയും ഞാൻ. നിനക്കെന്നെ ശരിക്കും അറിയില്ല. സത്യോ പവിത്രൻ സാർ പറഞ്ഞത്? ഞാനിപ്പോഴാ സാറിനെ കുറിച്ച് ശരിയായി അറിഞ്ഞു തുടങ്ങിയത്. കൊന്നു കളയുമെന്ന് മുമ്പൊക്കെ പവിത്രൻ സാർ പറയുമ്പോ അതൊരു വെറും ഭീഷണിയാണെന്നേ ഞാൻ കരുതിയിരുന്നുള്ളൂ. ഇപ്പൊ മനസ്സിലായി ഒരാളെ കൊല്ലാൻ പോലും മടിയില്ലാത്ത ആളാണെന്ന്. പവിത്രൻ ദർശനെ അപായപ്പെടുത്തുവോ? അവളെ രക്ഷിക്കേണ്ട ബാധ്യത എനിക്കില്ലേ? ഇല്ല, പവിത്രൻ അവളെ കൊല്ലില്ല. പണ്ടും ആരെയും കൊല്ലാനുള്ള ധൈര്യം അവനില്ലായിരുന്നു. എന്റെ കൈകൊണ്ടാ പാവം ശ്രേയ അവള് ഇല്ല, ഞാൻ പാവം ശ്രേയ സ്നേഹിച്ച് ചതിച്ച് ഗർഭിണിയാക്കി. എന്നിട്ട്
സാറിന്റെ സമ്പന്നനാവാനുള്ള യാത്രക്കിടയിൽ അവളൊരു ബാധ്യതയായി വന്നാ പിന്നെ എന്ത് ചെയ്യും? സാറിന്റെ അന്നത്തെ പ്രായവും സ്വപ്നങ്ങളും ഒക്കെ മനസ്സിലാവും. പക്ഷേ നിങ്ങളുടെ തന്നെ കുഞ്ഞിനെ ഗർഭപാത്രത്തിൽ വഹിച്ച പാവം, അതും പാവപ്പെട്ട വീട്ടിലെ പെണ്ണ്, താഴ്ന്ന ജാതി, കൊല്ലാതെ എന്ത് ചെയ്യും? പവിത്രൻ സാറിന് ലക്ഷ്യത്തിലെത്തണ്ടേ? കോടീശ്വരനാവണ്ടേ? അതെടി, എന്റെ ലക്ഷ്യത്തിന് തടസ്സമായി വന്ന അവരെ കൊന്നാണെങ്കിൽ പോലും ഞാൻ ആ തടസ്സങ്ങൾ എടുത്തു മാറ്റും. എന്നോ കുഴിച്ചിട്ട് എന്റെ ഭൂതകാലം പുറത്ത് കൊണ്ടുവരാനാണ് നിന്റെ ശ്രമമെങ്കിൽ നീ എന്ന തടസ്സം ഞാൻ വെട്ടിമാറ്റും. ഈ നിമിഷം മുതൽ എന്റെ പിന്നാലെയുള്ള നിന്റെ ഈ CBI കളി അവസാനിപ്പിച്ചോണം. ഇത് എന്റെ അവസാനത്തെ വാണിംഗ. ഇനിയൊരു ഓർമ്മപ്പെടുത്തൽ ഉണ്ടാവില്ല. വീണയുടെ കല്യാണത്തിന് ഇനി 2 ദിവസം മാത്രം. നിനക്കിനി ഈ മരുവത്തൂർ വീട്ടിലുള്ളതും 2 ദിവസം. ജസ്റ്റ് 48 hours. അതുവരെ ഇവിടെ അടങ്ങി ഒതുങ്ങി നിന്നോണം. കൃഷ്ണനെ തേടിയോ എന്റെ പഴയ കാലം അന്വേഷിച്ചോ നീ ഒരടി മുന്നോട്ട് വെച്ച പിന്നെ ഈ പവിത്രന്റെ വികൃതമായൊരു മുഖം നീ കാണും. കേട്ടല്ലോ? അടങ്ങി ഒതുങ്ങി നിന്നോണം. ഇല്ല പവിത്രൻ സാറേ, നകുലന്റെ മോളെ അങ്ങനെ പിടിച്ചു കെട്ടാൻ നിങ്ങൾക്കാവില്ല. പിടിച്ചു കെട്ടോടി. നീ കണ്ടോ? ഒന്നുകൂടി നീ മനസ്സിലാക്കി വെച്ചോ. നീ ഒരിക്കലും പ്രസവിക്കില്ലെന്ന് രൂപേഷിനോട് പറഞ്ഞതേ ഞാനാ. നിന്റെ തലയിൽ രൂപേഷ് ഉണ്ടാക്കിയ ഈ മുറിവ് വളരെ ചെറുതാ. അതിനേക്കാൾ 100 ഇരട്ടി ആഴത്തിലാ നീ എൻ്റെ മനസ്സിലുണ്ടാക്കിയ മുറിവ്. ഞാൻ പറഞ്ഞത് ഓർമ്മിച്ചോ? ഇനി നിന്റെ മുന്നിലുള്ളത് 48 മണിക്കൂർ. നിന്റെ കല്യാണം നടന്ന എങ്ങനെയാണെന്ന് നീ മറന്നു കാണില്ലല്ലോ. അതുപോലെയല്ല ഇത്തവണ. നിന്റെ ഓരോ ചലനങ്ങളും നിരീക്ഷിക്കാൻ ആളുണ്ടാവും. നിന്റെ ആയുസിനു ഇനി 48 മണിക്കൂർ മാത്രം. പവിത്രൻ സാറിനെ ഇത്ര വയലന്റ് ആയിട്ട് കണ്ടിട്ടേയില്ല. ചിന്തിക്കുന്നതിനും അപ്പുറം എന്തോ നടന്നിട്ടുണ്ട്. ഇനി എങ്ങനെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ കണ്ടെത്തും? ആകെ ഉണ്ടായിരുന്ന തെളിവ് ആ മാലയായിരുന്നു. അഞ്ജനയുടെ കഴുത്തിൽ അയാൾ കത്തിവെച്ച് ചോദിച്ചപ്പോ ആ തെളിവും വിട്ടുകൊടുക്കേണ്ടി വന്നു.